ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് വീണ്ടും നമ്മോടുകൂടെ പാസ്റ്റർ അനീഷ് മനോജ് സ്റ്റീഫൻ അവറുകളുണ്ട്. ഇന്ന് ഞങ്ങൾ ഹോളി സ്പിരിറ്റ് റിവൈവലിനെ കുറിച്ചാണ് പങ്കുവയ്ക്കുവാൻ പോകുന്നത്. ബാംഗ്ലൂരിൽ നടന്ന ഹോളി സ്പിരിറ്റ് റിവൈവൽ, ആ സ്ഥലത്തിരുന്നാണ് ഈ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യുന്നത്. ആ ചർച്ചിൽ, ഉണർവ് നടന്ന ചർച്ചിൽ ഇരുന്നാണ് ഈ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇവിടെ ഒരു പോർട്ടൽ തുറന്നു കിടക്കുകയാണ്. ഞാൻ ഒരു 2 മാസത്തിന് ശേഷമാണ് ഈ റെക്കോർഡിങ്ങിന് വേണ്ടി ഇവിടെ ബാംഗ്ലൂരിൽ എത്തിയത്. ഈ ചർച്ചിൽ വന്ന് ഈ റെക്കോർഡിങ്ങിൻ്റെ ഭാഗമായി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു, ഇപ്പോഴും പോർട്ടൽ ഓപ്പണായി കിടക്കുകയാണ്. ഉണർവിൻ്റെ പോർട്ടൽ ഓപ്പണായി കിടക്കുകയാണ്. ഇന്നും അബുദാബിയിൽ നിന്നൊരു ഫാമിലി ഇവിടെ വന്നിരിക്കുകയുണ്ടായി. അവർ വന്നതിൻ്റെ പിന്നിലെ രഹസ്യം അവർക്കറിയാം, ഇവിടെ മീറ്റിങ്ങുകൾ തീർന്നു എന്ന്. എന്നാൽ അവർ വന്നതിൻ്റെ രഹസ്യം, ഈ സ്ഥലത്ത് വരുമ്പോൾ, ഉണർവ് നടന്ന ഒരു സ്ഥലത്ത് വരുന്നത് തന്നെ ഒരു ഇമ്പാർട്ടേഷന് കാരണമാകും എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് ആ പ്രിയ കുടുംബം ഇവിടെ വന്നിരുന്നത്. ഇവിടെ അല്പസമയം ഒറ്റയ്ക്ക് വന്നിരുന്ന് പ്രാർത്ഥിക്കുവാനുള്ളൊരു വലിയ ആഗ്രഹത്തിൽ ഒരു ആഗ്രഹം തന്നെ ഒരു പകർച്ചയെ അവരിലേക്ക് കൊണ്ടുവരും, ഒരു ഇമ്പാർട്ടേഷനെ അവരിലേക്ക് കൊണ്ടുവരും. അതിനാൽ ഇന്ന് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് തന്നെ റെക്കോർഡ് ചെയ്യുന്നതിനാൽ ഞാൻ വിശ്വസിക്കുന്നു കാണുന്ന പ്രേക്ഷകരുടെ മേൽ ഒരു ഇമ്പാർട്ടേഷൻ നടക്കാൻ പോകുകയാണ്. പാസ്റ്റർ ഈ ഹോളി സ്പിരിറ്റ് റിവൈവലിൻ്റെ പിന്നിലുള്ള പാസ്റ്ററുടെ അനുഭവ സാക്ഷ്യം മുഴുവൻ ഈ ഹോളി സ്പിരിറ്റ് റിവൈവലിന് വേണ്ടിയുള്ള ഒരുക്കമായിട്ട് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ആ ബാല്യകാലം മുതൽ 12-ാം വയസ്സിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച സമയം മുതലുള്ള തുടർന്നുള്ള ഓരോ കാര്യങ്ങൾ, പടിപടിയായിട്ട് ഓരോ കാര്യങ്ങൾ കർത്താവ് പണിതെടുത്ത് മനോഹരമായിട്ട് ഹോളി സ്പിരിറ്റ് റിവൈവൽ 2024 ഏപ്രിൽ മാസത്തിൽ ബാംഗ്ലൂരിൽ സംഭവിക്കുന്നു. അതിൻ്റെ പിന്നിൽ എനിക്കും ചില വ്യക്തിപരമാകുന്ന കാര്യങ്ങളുണ്ട്. 2007 ഫയർ വിങ്സ് റിവൈവൽ കേരളത്തിൽ പൊട്ടിപ്പുറപ്പെട്ടു. 2014 വരെ, 13ന്റെ അവസാന ഭാഗം വരെയും ആ ഒരു ചലനം യുവജനങ്ങളെ സ്വാധീനിച്ച ചലനമാണ്. കേരളക്കരയിലെ യുവജനങ്ങളെ സ്വാധീനിച്ച ചലനമാണ്. 2013 കഴിയുന്നതോടുകൂടി അത് അപ്രത്യക്ഷമായി തീരുന്നു. വിവിധ കാരണങ്ങളാൽ അത് അപ്രത്യക്ഷമായി തീരുന്നു. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി വേദനകളിലൂടെയും തിരസ്കരണങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടതുപോലെ തോന്നി. നാം അനുഭവിച്ചിരുന്ന പല കാര്യങ്ങളും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന് തുല്യമായിരുന്നു. അങ്ങനെ ആ വർഷങ്ങൾ മുന്നോട്ട് പോയി. ശുശ്രൂഷയിൽ കർത്താവ് വ്യത്യസ്തമാകുന്ന നിലകളിൽ ഉപയോഗിക്കുവാൻ പിന്നെയും കർത്താവ് തയ്യാറായി. വിവിധ മേഖലകൾ തുറന്നു വന്നു. അത് മുന്നോട്ട് പോകുന്ന ആ ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലൊരു ഹൃദയത്തിലൊരു ആഗ്രഹം ഉയർന്നു വരുന്നുണ്ടായിരുന്നു. അതേപോലെ ഒരു ചലനം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഒരു പുതിയ തലമുറ എഴുന്നേറ്റ് വരും. അങ്ങനെ ആഗ്രഹിച്ചു. അങ്ങനെയാണ് 2023 ഒക്കെ ആയപ്പോൾ ചില ദേവദാസന്മാർ, പാസ്റ്റർ റൈസൻ അവറുകൾ ഉൾപ്പെടെയുള്ള ചിലരുമായിട്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ഈ കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ തന്നെ പാസ്റ്റർ സാജൻ ഈശോ ന്യൂസിലാൻഡ് ആ ദേവദാസനുമായിട്ട് ആശയവിനിമയം നടത്തി. അദ്ദേഹം ഈ റോബർട്ട് ഹാൻഡേഴ്സിൻ്റെ കോർട്ട് റൂം പ്രയറിൽ വളരെ പ്രാവീണ്യമുള്ളൊരു ദൈവദാസനാണ്. ദൈവം ആ മേഖലയിൽ വളരെ ശക്തമായിട്ട് പാസ്റ്റർ സാജൻ ഈശോയെ ഉപയോഗിക്കുന്നുണ്ട്. ഞാനത് എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞ് നമുക്ക് ഒരുമിച്ചിരുന്നൊന്ന് പ്രാർത്ഥിക്കാം. ദേവദാസൻ ന്യൂസിലാൻഡിൽ നിന്ന് സൂമിൽ പങ്കെടുത്തു. ഞങ്ങളങ്ങനെ ഒരുമിച്ച് സൂമിലൂടെ പ്രാർത്ഥിച്ചു. കോർട്ട് റൂം പ്രേയേഴ്സും ഒക്കെ നടത്തി. ഞങ്ങൾക്ക് പരിഹരിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും പരിഹരിക്കുവാനൊക്കെ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. 2023 തന്നെ വീണ്ടും ചില കാര്യങ്ങൾ പുനരാരംഭിക്കുമെന്ന് ചിന്തിച്ചു. പുനരാരംഭിച്ചില്ല. ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു, പുനരാരംഭിച്ചില്ല. 2024 ആയി കഴിഞ്ഞപ്പോൾ വീണ്ടും പാസ്റ്റർ റൈസൻ എന്നെ ഓർപ്പിച്ചു, ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് തുടങ്ങുവാൻ ആഗ്രഹിക്കുകയാണ്. ദേവദാസനോട് പറഞ്ഞു,
ആ വർഷം തുടങ്ങുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് തൻ്റെ ഹൃദയത്തിൽ വളരെ ശക്തമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ചില പ്രവൃത്തികൾ, അതിന് പരിശുദ്ധാത്മാവ് കൊടുത്ത ഒരു തലക്കെട്ടായിരുന്നു ലിക്വിഡ് ഫയർ. ദ്രാവകം പോലെ പരിശുദ്ധാത്മാവിൻ്റെ തീ ഒഴുകുവാൻ പോകുന്നു. ഞാനത് പണ്ട് അനുഭവിച്ചതാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ തീനദി അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ. അദ്ദേഹത്തെ ഉത്സാഹിപ്പിച്ചു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ മാർച്ച് മാസമൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീണ്ടും പുനരാരംഭിക്കണമെന്ന് ആഗ്രഹിച്ചു. നടന്നില്ല. അങ്ങനെയെല്ലാം ഉപേക്ഷിച്ചു. ഞാൻ കരുതി ഇനി ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അതിനുശേഷമാണ് അത്ഭുതകരം. ഇനി ബാക്കി കഥ പാസ്റ്ററുടെ പക്കലാണുള്ളത്. പാസ്റ്റർ തന്നെ അത് വിശദീകരിക്കുക. ദൈവത്തെ എത്ര നന്ദി പറഞ്ഞാലും മതി വരാത്ത, ഒരു പക്ഷേ ഒരു ദൈവവേല ചെയ്യുന്ന ദൈവദാസൻ എന്ന നിലയിൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനൊക്കാത്ത നിമിഷങ്ങളായിരുന്നു ഹോളി സ്പിരിറ്റ് റിവൈവൽ. ഇപ്പോൾ ദൈവം ആരംഭിച്ചതിനെ, ദൈവം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നദി പോലെ ഒഴുകിയതിനെ എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. ഹോളി സ്പിരിറ്റ് റിവൈവൽ എന്താന്നുള്ളത് എല്ലാവരും മീഡിയയിലൂടെ കണ്ടതാണ്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പറയുന്നതിനേക്കാളും ആളുകൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കണ്ടതാണ്. 40 ലക്ഷം ആളുകളോളം 4 മില്യൺ ആളുകളെ ഇമ്പാക്റ്റ് ചെയ്തു. എന്നാൽ ഇതിൽ പ്രധാനമായിട്ട് 2 നല്ല ചോദ്യങ്ങൾ ഒരു ഔട്ട്സൈഡറായിട്ട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ, വൈ ഹോപ്പ് ഇൻ ജീസസ് ചർച്ച് ഇൻ ഇലക്ട്രോണിക് സിറ്റി ബാംഗ്ലൂർ? എന്തുകൊണ്ട് ഈ ചർച്ച്? വൈ ദ കോമ്പിനേഷൻ ഓഫ് ദീസ് സെർവൻസ് ഓഫ് ഗാഡ്? എന്തുകൊണ്ട് പാസ്റ്റർ റേസൻ തോമസ്, പാസ്റ്റർ ഫിനി സ്റ്റീഫൻ, പാസ്റ്റർ ടിജോ തോമസ്, പാസ്റ്റർ അനീഷ് മനു സ്റ്റീഫൻ, ഡോക്ടർ ജോൺ, പാസ്റ്റർ രാജേഷ് എലപ്പാറ? എന്തായിരുന്നു ഈ കോമ്പിനേഷൻ്റെയും, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഇതിങ്ങനെയൊക്കെ തുടങ്ങാനുണ്ടായ ഒരു റീസൺ? ദൈവത്തിൻ്റെ സോവർണിറ്റിയാണ് റിവൈവൽ അയക്കുന്നതും, എവിടെ അയക്കണം, എങ്ങനെ അയക്കണം, ആരെ ഉപയോഗിക്കണം എന്നൊക്കെ ഉള്ളതെല്ലാം ദൈവത്തിൻ്റെ സോവർണിറ്റി ആണെങ്കിലും ഇതിൻ്റെ പിന്നിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ 5 എപ്പിസോഡ് നമ്മൾ പറഞ്ഞതുപോലെ ദൈവം ഇതിൽ പ്രയോജനപ്പെടുത്തിയ എല്ലാവരും ദൈവം ബിൽഡ് ചെയ്തുകൊണ്ട്, അതിൽ എൻ്റെ ഭാഗത്തുള്ളത് ഞാൻ ഷെയർ ചെയ്യാം. പാസ്റ്റർ 2014 ചാണ്ടിപ്പാസ് റിവൈവലിനെ കുറിച്ച് തന്നെ പറയുന്നതും, ചാണ്ടിപ്പാസുമായിട്ടുള്ള ആ കൂട്ടായ്മ അല്ലെങ്കിൽ ആ മെന്റർഷിപ്പിലേക്ക് ഞാൻ കയറിയപ്പോൾ അസൂസ, പെൻസക്കോള, ടൊറോണ്ടോ, ഇന്ത്യയിലുണ്ടായ ഉണർവുകൾ, ഈ എപ്പോഴും റിവൈവലായി ടോക്ക്, വീട്ടിലെപ്പോഴും ഉണർവിനെ കുറിച്ചോ, നമ്മൾ എവിടെ ചെന്നാലും ഉണർവും, എന്ത് കണ്ടാലും നമ്മളത് ഉണർവാണെന്ന് വിശ്വസിക്കുകയും ഉണർവിനോട് റിലേറ്റ് ചെയ്ത് നമ്മൾ സംസാരിക്കാനായിട്ട് തുടങ്ങി. ഏത് പട്ടണത്തിൽ പോയാലും ഇവിടെ ഉണർവ് വരുമോ, എന്നാൽ ഇവിടെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഉണർവ് യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പോൾ അനുഭവിച്ചതുപോലെ അനുഭവിക്കുന്നതിന് മുന്നേ ആയിരുന്നു ഈ കാര്യങ്ങളെല്ലാം. ഞാൻ ഓർക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് വഴിത്തിരിവായ ഒരു സംഭവം 2019 എന്നെ അമേരിക്കയിൽ ശുശ്രൂഷയ്ക്കായിട്ട് ആദ്യമായിട്ട് വിളിക്കുന്നത്. 2008 എനിക്ക് അടിച്ച വിസ 2018 തീരുന്നു. ഞാൻ പുതുക്കത്തില്ല എന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ ഫുൾ ടൈം മിനിസ്ട്രിയിലേക്ക് വന്നപ്പോൾ 2014 മുതൽ 2017 വരെ ദൈവം എന്നോട് പറഞ്ഞു, ഒരിടവും യാത്ര ചെയ്യരുത്, നിന്റെ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യരുത്. 3 വർഷം അല്ലെങ്കിൽ 4 വർഷത്തോളം, 14, 15, 16, 17, ഏകദേശം 3.5 വർഷം ഇന്റർനാഷണൽ ട്രിപ്പ് ഒന്നുപോലും ഞാൻ യാത്ര ചെയ്തില്ല. അത് കഴിഞ്ഞ് ദൈവം ഓപ്പൺ ചെയ്ത ഇന്റർനാഷണൽ ട്രിപ്പിലാണ് നമ്മൾ ഒരുമിച്ച് ആഫ്രിക്കയിൽ പോവുകയും ആഫ്രിക്കൻ മിഷൻസ് ആരംഭിക്കുകയും ഒക്കെ ചെയ്തു. US വിസ തീർന്നെങ്കിലും ഞാൻ അതിനെ അപ്ലൈ ചെയ്തില്ല. കാരണം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, എന്നെ ഇങ്ങനെ ഈ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒന്നും കർത്താവ് അയക്കത്തില്ല. എന്നെ ഈ ആഫ്രിക്കക്കാരുടെയിലും ഭൂട്ടാനിലും നേപ്പാളിലും അങ്ങനെയൊക്കെ ആയിരിക്കും ദൈവത്തിൻ്റെ അതായിരുന്നു എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ആ സമയത്താണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പാസ്റ്റർ സാജനീഷ് എന്നോട് പറഞ്ഞു, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്, ദൈവത്തിന് നമ്മളെല്ലാവരെയും കുറിച്ച് ഉയർന്ന പദ്ധതികളാണ് ഉള്ളത്. അതുകൊണ്ട് ചില കാര്യങ്ങളിലേക്ക് ഓപ്പണായി ഇരിക്കണം എന്ന് പറയുന്നതും, അമേരിക്കയിലേക്ക് ആദ്യമായിട്ടൊരു ഇൻവിറ്റേഷൻ കിട്ടുന്നതിന് തൊട്ട് മുന്നേ എൻ്റെ കൂടെ ഒരു സഹശുശ്രൂഷകൻ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം ഇങ്ങനെയാണ്, അദ്ദേഹം ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യണം ഒറ്റയ്ക്ക്. പെട്ടെന്ന് ആ ട്രെയിനിലേക്ക് ഞാനും ചാണ്ടിപ്പാസ്റ്ററും പാസ്റ്റർ രാജ്മോഹനും കയറി വരുന്നു. ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ റിവൈവലിനെ കുറിച്ച് വർത്തമാനം പറയുന്നു. എന്നിട്ട് ഈ ട്രെയിനിൽ ഒരു ബോർഡ് എഴുതി കാണിക്കുന്നു, റിവൈവൽ ഇൻ USA.
അദ്ദേഹം പറയുന്നു, അദ്ദേഹം ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നു, ഈ ട്രെയിൻ അമേരിക്ക വരെ പോകുന്ന ഒരു സ്വപ്നം, റിവൈവൽ ഇൻ USA. ഈ സ്വപ്നം കണ്ടു കഴിഞ്ഞ അതിന്റെ അടുത്ത ദിവസമാണ് ചാണ്ടിപ്പാസ് എന്നെ വിളിച്ചു പറയുന്നു, നമുക്കൊരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്, നമ്മൾ അമേരിക്കയിൽ ഒരു 10 ദിവസത്തെ മീറ്റിങ്ങിന് വേണ്ടി പോവുകയാണ് എന്ന് പറയുന്നു. അങ്ങനെ എനിക്ക് ഇൻവിറ്റേഷൻ തരുന്നു, വിസ അപ്ലൈ ചെയ്യുന്നു. വിസ എനിക്ക് കർത്താവിൻ്റെ കൃപയാൽ വീണ്ടും ഡ്രോപ്പ് ബോക്സിലൂടെ തന്നെ ലഭിക്കുന്നു. ആ മീറ്റിങ്ങിന്റെ പോസ്റ്റർ വന്നപ്പോൾ റിവൈവൽ നൈറ്റ്സ്, അമേരിക്കയിൽ ഫ്രിസ്കോയിൽ 10 ദിവസം റിവൈവൽ നൈറ്റ്സ്. പാസ്റ്റർ ചാണ്ടി വർഗീസ്, പാസ്റ്റർ അനീഷ് മനോ സ്റ്റീഫൻ, ഷെൽഡൻ ബംഗേര വർഷിപ്പ് ലീഡ് ചെയ്യുന്നു. അപ്പം റിവൈവലിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഒരു ക്ഷണം ലഭിച്ചത് ആ ഒരു ന്യൂ സീസൺ ഓഫ് മിനിസ്ട്രിക്കകത്താണ്. 2019 ദൈവം തുറക്കുകയാണ്. അമേരിക്കയിലേക്കുള്ള യാത്രയാണ് പിന്നെ ഞങ്ങളെ ഈ റിവൈവൽ നടന്ന സ്ഥലങ്ങൾ, അതിലുമായിട്ടുള്ള ബന്ധപ്പെട്ട ആളുകളെ കാണാനുള്ള തേഴ്സ്റ്റ് ഉണ്ടാകും. ആദ്യത്തെ ട്രിപ്പിൽ തന്നെ ഞങ്ങൾ പോയത് അസൂസ സ്ട്രീറ്റ്. ആ ഭവനത്തിൽ കയറാൻ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ട, അത് ആക്ച്വലി അസൂസ സ്ട്രീറ്റിലല്ല, അത് വേറൊരു സ്ട്രീറ്റ് ആണ്. ആ സ്ട്രീറ്റിലുള്ള ആ ഭവനത്തിൽ കയറാൻ, അവിടെ നിന്ന് പ്രാർത്ഥിക്കുവാൻ. ആ ഭവനം ഇപ്പോഴും ഉണ്ടല്ലോ? ഇപ്പോഴും ആ ഭവനമുണ്ട്. അത് നന്നായിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത്, ഞാൻ മനസ്സിലാക്കിയത് ആസ് എ ബെനിഹിൻ അതിനെ സപ്പോർട്ട് ചെയ്തു, സ്പോൺസർ ചെയ്തു, അതിനെ ടേക്ക് കെയർ ചെയ്യുന്നു എന്നാണ്. അവിടെ ഒരു ഫിലിപ്പിനോ ആൻറ്റി, ഒരു അമ്മച്ചി അതിനെ ടേക്ക് കെയർ ചെയ്യാനായിട്ടുണ്ട്. നമുക്ക് അവിടെ ആക്സസ് ഉണ്ടെങ്കിൽ, പരിചയമുണ്ടെങ്കിൽ തുറന്നു തരികയും അകത്തിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു വലിയ അവസരം ഞങ്ങൾക്കുണ്ടായി. അത് അമേരിക്കയിൽ പല ഉണർവുകൾ സംഭവിച്ച സ്ഥലങ്ങളിൽ പോകാൻ പിന്നത്തെ യാത്രകളിൽ ദൈവം അവസരം നൽകി. പെൻസക്കോളയിൽ പോയി, അസൂസ സ്ട്രീറ്റിൽ പോയി, പിന്നീട് ഞങ്ങൾ ഈ കഴിഞ്ഞ ഉണർവ് സംഭവിച്ച ആസ്ബറി സ്ട്രീറ്റിൽ പോയി. അങ്ങനെ ഉണർവുകളുമായിട്ടൊരു കണക്ഷൻ ആരംഭിക്കുന്നത് ഈ അമേരിക്കൻ യാത്രയ്ക്കകത്താണ്. അതിന് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നതും അതിൻ്റെ ദൈവദാസന്മാരുമായിട്ടൊക്കെ കണക്റ്റ് ആണ്. അതിൽ ഏറ്റവും അവസാനം ഞാൻ കണക്റ്റ് ആയ ദൈവദാസനാണ് പാസ്റ്റർ ജോൺ കിൽപാട്രിക്. ഞാൻ ഹൃദയത്തിൽ ദൈവത്തെ നന്ദിയോടുകൂടി ഓർക്കുന്നു. പെൻസക്കോള ഉണർവിന്റെ ഹോസ്റ്റ് പാസ്റ്റർ. നമ്മൾ ഇമ്പാർട്ടേഷനിൽ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ ഇമ്പാർട്ടേഷൻ്റെ ഒരു വലിയ തെളിവാണ് ആ കാര്യം. കഴിഞ്ഞ 2 വർഷം, 2022 എനിക്ക് അദ്ദേഹത്തെ മീറ്റ് ചെയ്യാൻ പറ്റി, 2023 മീറ്റ് ചെയ്തു. 2 പ്രാവശ്യവും എനിക്ക് അദ്ദേഹം പുസ്തകങ്ങൾ തന്നു. ഒരു പുസ്തകത്തിൽ അദ്ദേഹം ബെസ്റ്റ് വിഷസ് എന്നെഴുതി ജോൺ കിൽപാട്രിക് എന്ന് സൈൻ ചെയ്തു. എന്നാൽ രണ്ടാമത് എനിക്ക് തന്ന പുസ്തകത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി, റിവൈവൽ ഇസ് എ ബ്രൈറ്റ് ലൈറ്റ് ഷൈനിങ് ഫ്രം ദ ഹാർട്ട് ഓഫ് ഗാഡ്. അതിന്റെ അടുത്ത സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം എഴുതി, റിവൈവൽ ഫോർ ഇന്ത്യ. റിവൈവൽ ഫോർ ഇന്ത്യ, ജോൺ കിൽപാട്രിക്. ഒരു ജനറൽ ഓഫ് ഗോഡ്, ഒരു റിവൈവലിനെ 5 വർഷം ഹോസ്റ്റ് ചെയ്ത പാസ്റ്റർ. അത് കഴിഞ്ഞിട്ട് ബേ റിവൈവലിന്റെയും പാസ്റ്റർ അദ്ദേഹമായിരുന്നു. നാഥൻ മോറിസിനെ ഉപയോഗിച്ച് അടുത്ത 2-3 വർഷം ഓടിയ, വിച്ച് മീൻസ് ഡബിൾ റിവൈവൽസിൽ പ്രയോജനപ്പെട്ട ഹോസ്റ്റ് പാസ്റ്റർ. അങ്ങനെ അദ്ദേഹം ആ പുസ്തകം തരുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതിനിടയ്ക്ക് പാസ്റ്റർ ബെന്നിഹിനെ കാണാൻ ദൈവം കൃപ നൽകുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ എല്ലാ സംഭവങ്ങളും പാസ്റ്റർ റൈസന്റെ ലൈഫിലേക്ക് എടുത്താൽ, പാസ്റ്റർ റൈസൻ പോയി മീറ്റ് ചെയ്യുന്നത് 2024 ക്യാച്ച് ദ ഫയറിന്റെ സ്റ്റീവ് ഹിൽ ആയിരുന്ന പാസ്റ്റർ റാൻഡി ക്ലാർക്കിനെ കാണുന്നു. അപ്പോൾ ഈ കണ്ടുമുട്ടലുകൾ പിന്നത്തതിൽ ആ റോളുകൾ വന്നപ്പോൾ അതേ റോളുകളാ ദൈവം ഞങ്ങൾക്ക് 2 പേർക്കും ഒരുപക്ഷെ തന്നത്. പാസ്റ്റർ റൈസൻ തോമസിന് പാസ്റ്റർ റാൻഡി ക്ലാർക്കിന്റെ റോള് കൊടുത്തു. പാസ്റ്റർ അനീഷ് മനോ സ്റ്റീഫന് പാസ്റ്റർ ജോൺ കിൽപാട്രിക്കിന്റെ റോള് കൊടുത്തു. ഈ ചർച്ചിന്റെ പാസ്റ്റർ ആയതുകൊണ്ട് അതിന്റെ മേൽ വന്നു ഹോസ്റ്റ് പാസ്റ്ററായി, റിവൈവൽ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു പാസ്റ്ററായി. അപ്പോൾ ഈ 2 സംഭവങ്ങൾ, ഇത് വളരെ പ്രധാനപ്പെട്ട 2 സംഭവം. വളരെ പ്രധാനം. നമ്മൾ ഇമ്പാർട്ടേഷൻ എന്ന് പറയുന്ന കാര്യം ഭയങ്കര റിയലിസ്റ്റിക്കാണ്. ഉണർവ് ഹോസ്റ്റ് ചെയ്ത ദൈവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എനിക്ക് പുസ്തകത്തിൽ എഴുതി തരുന്നു. റിവൈവൽ ഫോർ ഇന്ത്യ. ഞാൻ അറ്റൻഡ് ചെയ്ത കോൺഫറൻസിൽ 2500 പേരുള്ള കോൺഫറൻസിൽ അദ്ദേഹം വളരെ കുറച്ച് പേർക്ക് പേഴ്സണൽ ടൈം തന്നപ്പോൾ എനിക്കും ചാണ്ടി പാസ്റ്ററിനും എനിക്ക് തന്ന പുസ്തകത്തിലായിരുന്നു അത് എഴുതിയിരുന്നത്.
റിവൈവൽ ഫോർ ഇന്ത്യ. ഇന്ത്യ. അതൊരു പ്രൊഫറ്റിക് വേർഡ് മാത്രമല്ല, റിവൈവലിനെ ക്യാരി ചെയ്തുകൊള്ളുക എന്ന് പറഞ്ഞ് റിവൈവലിനെ അങ്ങ് തരികയായിരുന്നു. ഭയങ്കര അതോറിറ്റിയോടൊരു ക്രിയേറ്റീവ് സാധനം. ജനറൽസ് ഓഫ് ഗോഡ് ഞാൻ വിശ്വസിക്കുന്നു അവർ പറയുന്നതും എഴുതുന്നതും എല്ലാം സ്പിരിച്വൽ റെലത്തിൻ്റെ അകത്ത് അത് എക്സിക്യൂട്ടഡ് ആയിത്തീരും. അപ്പോൾ നമ്മൾ റിവൈവൽ ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒത്തിരി നാളെ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ സ്വപ്നം കാണുന്ന റിവൈവൽ നോർത്ത് ഇന്ത്യയില. അതെ, 2011 മുതലുള്ള ഹൃദയം നോർത്ത് ഇന്ത്യയില. ഒരിക്കലും ഞാൻ ബാംഗ്ലൂരിലായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചതേ ഇല്ല. ബാംഗ്ലൂർ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം എൻ്റെ മനസ്സിലെ ഉണർവ് ചർച്ച് ഗ്രോത്തുമായിട്ടായിരുന്നു. ചർച്ച് ഗ്രോ ചെയ്യുന്നു, പുതിയ ചർച്ച് ബിൽഡിങ്ങിലേക്ക് പോകും, അവിടെ ഗ്രോ ചെയ്യുമായിരിക്കും എന്നുള്ള കാഴ്ചപ്പാടിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു ദൈവം നമ്മളെ മോൾഡ് ചെയ്ത് കൊണ്ടുവന്ന് റിവൈവലിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്. ഞാൻ ഇപ്രാവശ്യം അമേരിക്കയിൽ കഴിഞ്ഞ മാസം പോയിട്ട് വന്നപ്പോൾ അമേരിക്കയിലുള്ള ഒത്തിരി പാസ്റ്റേഴ്സ് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞത്, അനീഷ് പാസ്റ്റർ, അവിടെ ഉണർവ് അയക്കാൻ ദൈവത്തിന് അയക്കാതിരിക്കാൻ നിർവാഹമില്ല. പാസ്റ്റർ ഇവിടെ വന്നാൽ ഇവിടെ ഒത്തിരി മീറ്റിംഗ്സിൽ ഓടി നടക്കുന്നതിനേക്കാളും റിവൈവൽ എവിടെ നടന്നോ അവിടെ പോകാമെന്ന് ഞങ്ങളെയും കൂടെ കൊണ്ടുപോയി. ഞങ്ങൾ പോലും പോയിട്ടില്ലാത്തടത്ത് പാസ്റ്റർ ഞങ്ങളെ കൊണ്ടുപോയി അന്നൊക്കെ പറയുമ്പോൾ അപ്പം ഞാൻ തിരിഞ്ഞ് ചിന്തിച്ചപ്പോൾ ഇതൊന്നും ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല. ഓബ്വിയസ്ലി എനിക്ക് മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ തന്നെയാണ് പാസ്റ്റർ ആഗ്രഹം. എനിക്ക് ആഗ്രഹമുണ്ട് ഒരു സ്ഥലത്ത്. കാരണം നമ്മൾ ശുശ്രൂഷകരാകുമ്പോൾ റിവൈവൽ നടന്നു പോയ സ്ഥലം പോകുന്നതിൽ താല്പര്യക്കുറവൊന്നുമില്ല. മിനിസ്റ്റർ ചെയ്യുമ്പോഴാണല്ലോ അതിൻ്റെ അകത്തൊരു ജോയ് ഉള്ളതും കണക്ഷൻസ് വരുന്നു, ആളുകളെ പരിചയപ്പെടുന്നു, നമുക്ക് ഓപ്പണിങ്സ് ഇനിയും ആകുന്നു. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ദൈവം ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോയി പരിചയപ്പെടുത്തുന്ന ഒരു സിസ്റ്റം പരിശുദ്ധാത്മാവ് ചെയ്യും. അത്ഭുതകരം. റിവൈവൽ നൈറ്റ്സ് എന്നൊരു മീറ്റിംഗ് പാസ്റ്ററിന് അറിയാവുന്നതുപോലെ പാസ്റ്റർ 2020 ബാംഗ്ലൂർ ചർച്ചിൽ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് പാസ്റ്റർ അത് ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാധാരണഗതിയിൽ ഞങ്ങൾ ഹോസ്റ്റ് പാസ്റ്റേഴ്സ്, ഗസ്റ്റ് പാസ്റ്റേഴ്സിനെ വിളിക്കും. പക്ഷെ പാസ്റ്റർ എന്നോട് പറഞ്ഞു ഞാൻ വരിക. പാസ്റ്റർ ഞാനും തമ്മിലുള്ള സ്നേഹബന്ധം കാരണം ഇതൊരു പാസ്റ്ററിനെയും ചർച്ച് പോലെ. ഐ വാസ് സോ ഹാപ്പി. പാസ്റ്റർ ആ സൺഡേ വന്ന പഴയ ചർച്ചിൽ ഞങ്ങളുടെ ചെറിയ ഹാളിൽ ശുശ്രൂഷിച്ച വേർഡ് ഇതാണ്, വീണ്ടും ആ വേർഡാണ് പിന്നീട് പാസ്റ്ററിന്റെ പുസ്തകത്തിൽ വരുന്നു, വീണ്ടും പല സ്ഥലങ്ങളിലും വരുന്നു. പ്രത്യേകിച്ച് പാസ്റ്റർ പറഞ്ഞു ഈ ചർച്ചില് വീണ്ടും പെന്തക്കോസ്റ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അല്പം മുൻപിലേക്ക് പോകുമ്പോൾ കോവിഡ് വന്നു. അപ്പോൾ എല്ലാരും പറയുന്ന പോലെ പറഞ്ഞ പ്രവചനം തെറ്റി, പറഞ്ഞ കാര്യങ്ങൾ തീർന്നോ, വീണ്ടും പെന്തക്കോസ്റ്റ് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ കോവിഡ് ആണ് ഈ ചർച്ചിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഉണർവിന്റെ പ്ലാറ്റ്ഫോമായി രൂപപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചത്. കാരണം യഥാർത്ഥത്തിൽ ഈ ചർച്ചിന്റെ ഞാൻ പാസ്റ്റർ ആയത് കോവിഡിന്റെ സമയത്ത്. കാരണം എന്റെ ഇവാഞ്ചലിസ്റ്റിക് മിനിസ്ട്രിക്ക് ഒരു ഹോൾട്ട് വന്നു. പാസ്റ്റർ സാമച്ചൻ 2019 ഡിസംബറിൽ പ്രവചിച്ചു എന്നോട്, നീ ഒത്തിരി ഓടി നടന്ന് സുവിശേഷം പ്രസംഗിക്കുന്നത് നിന്നെ ദൈവം ഇരുത്തും. അന്ന് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു, കർത്താവേ ഇതൊരു തെറ്റായ പ്രവചനമായിരിക്കണം, ഇത് ക്യാൻസൽ ആയി പോട്ടെ. കാരണം 2020 തിളങ്ങുന്ന വർഷമല്ലേ. അതെ, 2020 യാത്രകളല്ലേ വേണ്ടത്. അപ്പോൾ ഇരുത്തുമെന്ന് പറഞ്ഞപ്പോൾ എനിക്കിതൊരു നെഗറ്റീവ് പ്രോഫസി. പക്ഷെ കോവിഡ് വന്നു, ദൈവം എന്നെ ബാംഗ്ലൂരിൽ ഇരുത്തി ഈ ചർച്ചിനെ ചർച്ചായി പണിയേണ്ട ഒരു പാസ്റ്ററിന്റെ റെസ്പോൺസിബിലിറ്റി എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ പണിത ആ സീസൺ കാരണമാണ് ദൈവം ഈ പുതിയ ചർച്ച് ഹാളിലേക്ക് കൊണ്ടുവന്നത്. കോവിഡ് കഴിഞ്ഞ ഉടൻ ആളുകൾ ചർച്ചിൽ കുറഞ്ഞു, എന്നാൽ ഈ ചർച്ച് ഹാളിലേക്ക് കൊണ്ടുവന്നു. അന്ന് അറിഞ്ഞോ അറിയാതെയോ ഈ ചർച്ച് ഹാളിന്റെ ഡെഡിക്കേഷന്റെ പേര് ഞങ്ങളുടെ ലൈവില് ലോവർ തേർഡിലുണ്ട്, ബാംഗ്ലൂർ റിവൈവൽ സെന്റർ. ഇതെല്ലാം prophetic declarations ആണ്. ഇപ്പോൾ എന്നോട് പാസ്റ്റർ ചോദിച്ചാൽ ഇത് എങ്ങനെ സംഭവിച്ചു ചോദിച്ചാൽ യഥാർത്ഥത്തിൽ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു പേര് അന്ന് പറഞ്ഞു. ദൈവാത്മാവിനുള്ള പ്രവചന പ്രഖ്യാപനങ്ങളായിരുന്നു. അന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അന്ന് ഞാൻ ഈ ഹോൾ എടുക്കുമ്പോഴത്തേക്ക് ചിലർ എന്നോട് നെഗറ്റീവ് പറഞ്ഞു. ചിലർ പറഞ്ഞു ഇവിടെ ഭയങ്കര ഡിമോണിക് റലമുണ്ട്, പോരുണ്ട്, ഇവിടെ സാറ്റാനിക് വർഷിപ്പുണ്ട്, ഇവിടെ ഒരിക്കലും അങ്ങനെ ഒരു ദൈവ സാന്നിധ്യത്തിന് നടക്കത്തില്ല എന്ന് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ചിലര് അവരുടെ ആത്മമണ്ഡലത്തിൽ സെൻസ് ചെയ്ത് കാണും. പക്ഷെ അന്ന് ആ പറഞ്ഞ പ്രൊഫറ്റിക് വേർഡ് ഞാൻ മനസ്സിലാക്കിയത്, അഥവാ ഇവിടെ ഒരു ഡിമോണിക് റലം സൗത്ത് ബാംഗ്ലൂരിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ആ ദൈവത്തിന്റെ ഡിക്ലറേറ്റീവ് പവർ is surpassing all the demonic realms. That's true. Praise the Lord for that. എന്നുള്ളത്. Amen.
അങ്ങനെ ഞങ്ങൾ ഈ ഹാളിലേക്ക് വരുന്നു. ഈ ഹാളിൻ്റെ 2021 ഫസ്റ്റ് സൺഡേയിൽ, സെക്കൻഡ് സൺഡേയിൽ പാസ്റ്റർ വീണ്ടും വരുന്നു. പാസ്റ്റർ പറയുന്നു റിവൈവൽ വരും. ആദ്യത്തെ വീണ്ടും എന്തൊക്കെ പറഞ്ഞു, റിവൈവൽ വരും എന്ന് പറയും. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് റിവൈവൽ നൈറ്റ്സ്, റിവൈവലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാണ് യഥാർത്ഥത്തിൽ. ആദ്യമൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നത്തതിൽ അതൊരു ശുശ്രൂഷയായി പോയി. കർത്താവ് ഞങ്ങളോട് ക്ഷമിച്ച് കാണും എന്ന് ഞാനൊക്കെ വിശ്വസിക്കും. യഥാർത്ഥത്തിൽ അത് ആദ്യം നമ്മളൊരു 1 മണിക്കൂർ പണ്ട് മുഴുവൻ അന്യഭാഷയെ പ്രാർത്ഥിക്കുമായിരുന്നു, ലൈവിന്റെ അകത്താണെങ്കിൽ പോലും. പക്ഷെ പിന്നീട് ജനം കൂടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് അവരോടും കരുണയും ദൈവവും ഒക്കെ ഉള്ളതുകൊണ്ട് അവരോടും സംസാരിക്കാനും ശുശ്രൂഷിക്കാനും അവർക്കെല്ലാവരും ഉണർവിനെ കുറിച്ച് അറിയാത്തതുകൊണ്ട് ശുശ്രൂഷകളായി മാറി. അപ്പോൾ 7 സീസൺ നടത്തണം എന്ന കർത്താവ് എന്നോട് പറഞ്ഞു. അതായത് 2027 വരെ 250 ദിവസം. അപ്പൊ ഞാൻ ഉറപ്പിച്ചു, ഈ പ്രവചനം അനുസരിച്ച് 2027 ഞങ്ങളുടെ ചർച്ചിൽ ഒരു വലിയ ഉണർവ് വരും എന്ന് വിശ്വസിക്കാൻ തുടങ്ങി. കഴിഞ്ഞ വർഷം കർത്താവ് എന്നോട് പറഞ്ഞു 2024 ജനുവരി 7 ദിവസം ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കണം. ബാംഗ്ലൂരിലുള്ള ലോക്കൽ പാസ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് ശുശ്രൂഷിക്കും. സാധാരണ അങ്ങനെ ബാംഗ്ലൂരിലെ ചർച്ചസ് ബാംഗ്ലൂരിൽ തന്നെയുള്ള പാസ്റ്റർമാരെ കൊണ്ട് ശുശ്രൂഷിക്കത്തില്ല. എല്ലാ പട്ടണങ്ങളിലും ഉള്ളതുപോലെ എൻ്റെ ചർച്ചിലുള്ള ആൾ അപ്പുറേ പോകുന്നൊക്കെയുള്ള ടെൻഷൻസോ ഇൻസെക്യൂരിറ്റിയോ ആയിരിക്കും. ബാംഗ്ലൂരിലെ 7 പാസ്റ്റേഴ്സ് വന്ന് ശുശ്രൂഷിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ആയിരുന്നു. അവർക്കും വലിയ സന്തോഷമാണ്. കാരണം അവരെയും അങ്ങനെ ആരും ബാംഗ്ലൂരിൽ അധികം വിളിക്കാറില്ല. ആ ശുശ്രൂഷയുടെ ഇടയ്ക്ക് ഞാൻ ഒരു ശബ്ദം കേൾക്കുക. ഏപ്രിൽ 1 മുതൽ 21 വരെ 21 ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രെയർ നടത്തണം. ഈ പ്രെയറിന്റെ അവസാനത്തെ ദിവസം ഞാൻ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്, ഏപ്രിൽ 1 മുതൽ 21 വരെ നമുക്ക് ഫാസ്റ്റിംഗ് പ്രെയർ ഉണ്ടായിരിക്കും. പിന്നെ ഫെബ്രുവരിയിൽ ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും പ്രിപ്പറേഷനിലായിരുന്നപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു ഗസ്റ്റ് സ്പീക്കേഴ്സിനെ വിളിക്കാൻ. അപ്പോൾ ഒരിക്കലും ഞാൻ പാസ്റ്ററിനെയോ വേറെ ആരും ഫാസ്റ്റിംഗ് പ്രെയർ ഞാൻ ഇതുവരെ വിളിച്ചിട്ടില്ല. കാരണം ഞങ്ങളുടെ ചർച്ചിൽ ഫാസ്റ്റിംഗ് പ്രെയറിന് 30, 40, 50 പേരെ വരത്തുള്ളൂ. പാസ്റ്ററിനെ പോലെ ഒരാൾ ഞാൻ എങ്ങനെ 50 പേർക്ക് വേണ്ടി വിളിക്കും? 21 ദിവസം ഞാൻ എങ്ങനെ ഗസ്റ്റ് സ്പീക്കേഴ്സിനെ വിളിക്കും? അവരുടെ എക്സ്പെൻസസ്, അവരുടെ ട്രാവൽ, അവർ വരുമ്പോഴും ഇവിടെ 30 പേരിരുന്നാൽ അവരെങ്ങനെ ശുശ്രൂഷിക്കും? പക്ഷെ കർത്താവ് പറഞ്ഞു ഗസ്റ്റ് സ്പീക്കേഴ്സിനെ വിളിക്കണം. അങ്ങനെ കർത്താവ് ഓരോരുത്തരുടെ പേര് നൽകി. പാസ്റ്ററിന്റെ പേരുണ്ടായിരുന്നു, ചാണ്ടി പാസ്റ്റർ തുടങ്ങണം എന്നായിരുന്നു. ആ കൂട്ടത്തിലാണ് കർത്താവിനോട് പറഞ്ഞത് പാസ്റ്റർ റെയ്സൺ തോമസിനെ വിളിക്കണം, സമാപന ദിവസങ്ങളിൽ വിളിക്കണം. അത് ആദ്യം റെയ്സൺ തോമസ് പാസ്റ്റർ വിളിക്കണം. ഞാൻ പറഞ്ഞു പാസ്റ്റർ റെയ്സൺ തോമസ് ഇച്ചിരി ഹൈ സ്റ്റാൻഡേർഡ് ദൈവദാസന്, അദ്ദേഹം ഫിന്നിപ്പാസ് എന്നോടുള്ള സ്നേഹത്തിലെങ്കിലും വരും. ഈ ചർച്ച ഇലക്ട്രോണിക് സിറ്റിയിൽ തുടങ്ങാനൊക്കെ ദൈവം പ്രയോജനപ്പെടുത്തിയ ദാസൻ എന്ന നിലയിൽ ഫിന്നിപ്പാസിന് ആ പ്രോബ്ലം കാണത്തില്ല. റെയ്സൺ പാസ്റ്ററിനെയൊക്കെ ഞാൻ വിളിക്കുക എന്ന് പറയുന്നത് അത്ര നല്ലതായിരിക്കത്തില്ല. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഒരു സുഹൃത്ത് ബന്ധം ചില വർഷങ്ങൾക്ക് മുൻപേ ദൈവം ആരംഭിച്ചു. അപ്പോൾ നേരത്തെ പാസ്റ്റർ പറഞ്ഞ് ഫയർ വിങ്സിൽ ഉണ്ടായ പ്രതികൂലങ്ങളും പ്രയാസം, ഞാൻ ഒരിക്കൽ പോലും ഒരു ഫയർ വിങ്സ് മീറ്റിംഗ് ഫിസിക്കലി അറ്റൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ലൈവിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഹൃദയം ഒത്തിരി സന്തോഷിച്ചിട്ടുണ്ട്. കുറേ പാസ്റ്റേഴ്സ് നിന്ന് ഒരുമിച്ച് ശുശ്രൂഷിക്കുന്നത് എനിക്ക് എന്നും ഇഷ്ടമുള്ള കാര്യം. എനിക്ക് ഒറ്റയ്ക്ക് ശുശ്രൂഷിക്കുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ഏത് രാജ്യത്തിൽ പോലും ഞാൻ ആരോടെങ്കിലും ചോദിക്കും നമുക്ക് ഒരുമിച്ച് പോകാമോ, ടീമായിട്ട് പോകാമോ. ശുശ്രൂഷിക്കുന്നു, ആളുകൾ ആത്മപകർച്ച സ്വീകരിക്കുന്നു, ആളുകൾ ദൈവവേലക്കാരായിരിക്കുന്ന ആ പ്രോഗ്രസ് പലരിലും നമ്മൾ കാണുന്നു. അതുകൊണ്ട് തന്നെ അത് വളരെ സന്തോഷമായി. എന്നാൽ ഫയർ വിങ്സിന്റെ പ്രയാസം വന്ന് ഫിന്നിപ്പാസ് ഉൾപ്പെടെ പ്രത്യേകിച്ച് മീഡിയയിലൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പാസ്റ്റർ ഓർക്കുന്നുണ്ടെന്ന് അറിയത്തില്ല, 2017 എൻ്റെ ഡാഡിയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 123 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഭാരതത്തിന്റെ ഉണർവിന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് നെടുമങ്ങാടിൽ വയ്ക്കുവാനായിട്ട് പറഞ്ഞു. 123. അന്ന് പല പത്രങ്ങളും അന്ന് എഴുതി അത് ഡിമോണിക് ആണ്, 40 ദിവസം വരെ ബൈബിൾ പ്രകാരം ഉപവസിക്കാൻ ഒക്കത്തുള്ളൂ, 123 ഉപവസിക്കാൻ ഒക്കത്തില്ല. എന്നാൽ നമ്മൾ പ്ലാൻ ചെയ്തത് ഞങ്ങൾ 123 ദിവസം ഉപവസിക്കാൻ കഴിയുമെങ്കിൽ ഉപവസിക്കും, ഇല്ലെങ്കിൽ ടേൺ ബൈ ടേൺ, ബട്ട് എ പ്രേയർ, ഫാസ്റ്റിംഗ് ആൻഡ് പ്രേയിങ് ഫോർ റിവൈവൽ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അകത്ത് വിളിച്ച കുറേ ദൈവദാസന്മാരിൽ കുറച്ചു പേരാണ് പാസ്റ്റർ ഫിന്നി സ്റ്റീഫൻ സാമുവലും പാസ്റ്റർ റെയ്സൺ തോമസ്. ഈ മീറ്റിങ്ങിൽ നിങ്ങൾ രണ്ടുപേരും അന്ന് വരുമ്പോൾ രണ്ടുപേരുടെയും വണ്ടി ഓടിച്ചു കൊണ്ടുവന്നത് ഇന്ന് ഈ ഉണർവിൻ്റെ അകത്ത് അടുത്ത തലമുറയിൽ പ്രയോജനപ്പെട്ട് പാസ്റ്ററിന്റെ വണ്ടി ഓടിച്ച പാസ്റ്റർ ഷാൻ മാത്യു, പാസ്റ്റർ റെയ്സന്റെ വണ്ടി ഓടിച്ചത് പാസ്റ്റർ ആൻസണുമാണ്.
ഇതൊക്കെ സൂപ്പർ നാച്ചുറലായിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങളാണ്. 2017 7 വർഷം മുന്നേ 7 വർഷം മുന്നേ അങ്ങനെ നിങ്ങൾ വരുന്നു. അവിടെ ലൈവ് ഉണ്ടെന്ന് അറിയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും എന്നോട് പറയുന്നു, പറ്റത്തില്ല, ലൈവ് ഓഫ് ചെയ്യണം. ഞാൻ പറയുന്നു, ഒക്കത്തില്ല പാസ്റ്റർ, നമുക്ക് ലൈവ് വേണം. എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം നൽകി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പാസ്റ്റർ ഫിന്നി സ്റ്റീഫനെയും പാസ്റ്റർ റൈസൺ തോമസിനെയും, അന്നത്തെ കാലമൊക്കെ ഞങ്ങൾ മറന്നുപോയി. ഞങ്ങൾക്കപ്പോൾ ലൈവിനെ അന്ന് ഭയമായിരുന്നല്ലേ? ഭയമായിരുന്നു. എന്തൊക്കെ ഭയങ്ങളല്ലേ. കാരണം അതുപോലെ മുറിവേറ്റത് കൊണ്ടാണ്. സ്വാഭാവികമല്ലേ പാസ്റ്റർ? അതുപോലെ തകർന്നു. അതുപോലെ ആളുകൾ, നമ്മൾ സ്നേഹിച്ചിരുന്നവർ നമുക്കെതിരെ ആകുമ്പോൾ ഉണ്ടാകുന്ന വേദന. നമ്മൾ മനുഷ്യരല്ലേ, അതെ. നമ്മൾ ആരും സൂപ്പർ നാച്ചുറൽ ബീയിങ്സ് അല്ല. വി ഹാവ് എ സൂപ്പർ നാച്ചുറൽ ഗോഡ് ഇൻ us, ബട്ട് വി ആർ സ്റ്റിൽ ഹ്യൂമൻ ബീയിങ്സ്. പക്ഷെ എൻ്റെ ആ പ്രഷറിൽ നിങ്ങൾ രണ്ടുപേരും, ഞാൻ വളരെ ജൂനിയർ ആണെങ്കിലും സ്നേഹത്തോടുകൂടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്തു. നിങ്ങൾ രണ്ടുപേരും ഒരു പക്ഷെ ഫയർ വിങ്സ് കഴിഞ്ഞിട്ടുള്ള ആദ്യമായിട്ടുള്ള മീഡിയയിലൂടെയുള്ള തിരിച്ചു വരവായിരുന്നു അത്. ഞാനത് എടുത്തു പറയാൻ റീസൺ, ഹോളി സ്പിരിറ്റ് റിവൈവൽ ഇമ്പാക്ട് വാസ് എ ഹ്യൂജ് ഇമ്പാക്ട് ഓൺ ദ മീഡിയയിലൂടെയാണ് ഇത് റീച്ച് ചെയ്ത് 4 മില്യൺ ആളുകൾ ഇപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻസിൽ എത്തുന്നത്. അപ്പോൾ അന്ന് പാസ്റ്ററിനെയും റൈസൻ പാസ്റ്ററിനെയും കൊണ്ടുവരാൻ കർത്താവ് അന്ന് ചെറുപ്പക്കാരനായിരുന്ന നമ്മളെ പ്രയോജനപ്പെടുത്തിയത് കൊണ്ടൊക്കെ ആയിരിക്കാം, അതിന്റെ ഒരു പ്രതിഫലമായിരിക്കാം. അതേ ദൈവദാസന്മാരിലൂടെ വന്ന ഉണർവിനെ ഹോസ്റ്റ് ചെയ്യാൻ കർത്താവ് 7 വർഷങ്ങൾ, 7 എന്നുള്ള ദൈവത്തിന്റെ സംഖ്യയല്ല, അതെ, 7 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ കൃപ നൽകിയത്. വാ, ഇതൊരു പ്രധാനപ്പെട്ട ഒരു താക്കോൽ രഹസ്യമാണ്. ദൈവദാസന്മാർക്ക് വേണ്ടി, അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ, അതിൻ്റെ ഫലങ്ങൾ കർത്താവ് മടക്കി തരുമ്പോൾ ഉണർവായിട്ട് മടക്കി തരുവാൻ വിശ്വസ്തനാണ്. അന്നൊരു പക്ഷേ നിങ്ങൾ രണ്ടുപേരെയും അങ്ങനെ ഹോസ്റ്റ് ചെയ്താൽ പോലും ആരും അങ്ങനെ മീഡിയയിൽ അക്നോളജ് ചെയ്യത്തില്ലായിരിക്കാം. കാരണം അവരുടെ മിനിസ്ട്രിക്ക് എന്ത് പറ്റും, ഹോസ്റ്റ് ചെയ്യുന്ന മിനിസ്ട്രി എന്ന ചിന്തകൾ വരാം. മാത്രമല്ല, ഈ മീറ്റിങ്ങിൽ എന്നോട് റൈസൻ പാസ്റ്റർ ചോദിക്കുന്നു, എൻ്റെ കൂടെ ഒരു ചെറുപ്പക്കാരൻ ബൈബിൾ കോളേജിൽ പഠിച്ചിറങ്ങി വന്നിട്ടുണ്ട്, പേര് ആൻസൺ, ശുശ്രൂഷിക്കാൻ സമയം കൊടുക്കുമോ? ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് ശുശ്രൂഷിച്ചോളൂ. ഇന്ന് ആൻസൺ ലോകവ്യാപകമായിട്ട് പ്രയോജനപ്പെടുന്നു. അപ്പൊ ഞാൻ ചിന്തിക്കുമോ, ഇത് നമ്മുടെ പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമെന്നോ പറയാൻ, ഇത് കർത്താവിന്റെ. അതിൽ എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ്, ബൈബിളിൽ നിന്നും, ബൈബിൾ ഹിസ്റ്ററി ഞാൻ മനസ്സിലാക്കിയത്തോളം ശരിയാണെങ്കിൽ, അപ്പർ റൂം തുറന്നു കൊടുത്ത മറിയയുടെ മകനായിട്ടാണ് ജോൺ മാർക്ക് വരുന്നതും പിന്നത്തതിൽ തലമുറകൾക്ക് ബ്ലെസ്സിങ് ആയി തീരുകയും ചെയ്യുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ കർത്താവിന്റെ ക്രൂശ് വഹിച്ച ആ മനുഷ്യന്റെ മകൻ റൂഫസ് പിന്നത്തതിൽ അപ്പോസ്തലനായതുപോലെ, നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു മടിയും പ്രയാസവും കൂടാതെ, എല്ലാവരുടെ ഹൈറ്റ്സിലല്ല, അവരുടെ തകർച്ചകളിലും പ്രയാസത്തിലും അപ്പോഴും നമുക്ക് സ്നേഹിക്കാനും ഹോസ്റ്റ് ചെയ്യാനും അവരിൽ ദൈവം ഇഗ്നൈറ്റ് ചെയ്തിരിക്കുന്ന അനോയിന്റിങ്ങിനെ വാല്യൂ ചെയ്യാൻ പറ്റിയാൽ, I'm thinking that this revival was a big reward for us. Amen. For what probably we had to endure. അന്ന് പത്രങ്ങളിൽ ഞങ്ങൾക്കെതിരെ വന്നു, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ആ ഡിമോണിക് ആയിട്ടുള്ളൊരു കാര്യത്തെ ഞങ്ങൾ ഹോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ ഹോസ്റ്റ് ചെയ്ത ന്യൂസ് ലോകം മുഴുവൻ പോയില്ല. Amen. Hallelujah. അപ്പോൾ ബാംഗ്ലൂർ ചർച്ചിൽ എന്തുകൊണ്ടോ എന്നുള്ളതിന് പല റീസൺസ്, അതിൽ 1-2 ഞാൻ പറഞ്ഞു. ഇനി വൈ പാസ്റ്റർ റൈസൺ തോമസ്, വൈ പാസ്റ്റർ ഫിന്നി സ്റ്റീഫൻ എന്നുള്ളത്. പാസ്റ്റർ റൈസൺ തോമസിനെ കർത്താവ് പ്രയോജനപ്പെടുത്തിയതിന് ഒരു റീസൺ എനിക്ക് തോന്നുന്നത്, ഞാൻ കണ്ടിട്ടുള്ളതിൽ വച്ച് വളരെ ഓപ്പൺ ഹാർട്ടായിട്ടുള്ളൊരു ദൈവദാസനാണ് റൈസൺ തോമസ്. ഒന്നും അങ്ങനെ ഹൃദയത്തിൽ വെച്ച് വേറൊന്നും പറയത്തില്ല. ഒരു ചൂടനുമാണ്, വേറെ തന്നെ ഒരു നേച്ചർ, ഉള്ള കാര്യം ഉള്ളതുപോലെ അങ്ങ് പറയും. അത് ആരാണെങ്കിലും, അത് ഞാനാണെങ്കിലോ ആരാണെങ്കിലും അദ്ദേഹം ഒന്ന് പറയും. അപ്പോൾ എനിക്ക് തോന്നി ആ ശുദ്ധ ഹൃദയം, ഓഫ് കോഴ്സ് എല്ലാവർക്കും ബലഹീനതകൾ കാണാം, അദ്ദേഹത്തിനും ബലഹീനത കാണാം. നമ്മൾ പറയുന്നത് 100% പ്യൂരിറ്റിയിലേക്ക് നമ്മൾ ആരും എത്തിയിട്ടില്ല, നമ്മൾ ക്രിസ്തുവിനെ പോലെ ആയിക്കൊണ്ടിരിക്കുന്നു. ബട്ട് മെജോറിറ്റി ചങ്ക് ഓഫ് ഹിസ് ഹാർട്ട് ഇസ് എ പ്ലെയിൻ ഓപ്പൺ ഹാർട്ട്. അതൊരു വലിയ റീസൺ ആയിരുന്നു. സെക്കൻഡ്, അദ്ദേഹത്തിന് ചെറുപ്പത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊടുത്ത പരിശുദ്ധാത്മാവിനോടുള്ള കൊതി വേറെ എന്തിനേക്കാളും. അദ്ദേഹത്തിനൊരു സ്റ്റേജ് പ്രാസംഗികനാകണമായിരുന്നുവെങ്കിൽ
ഈ ഫയർ വിങ്സിന്റെ പ്രയാസങ്ങൾ കഴിഞ്ഞ സമയം കൊണ്ട് അദ്ദേഹത്തിന് വേറൊരു ലൈൻ പിടിച്ചിരുന്നുവെങ്കിൽ, ഞാനൊരു ലോകത്തിലെ അനേകം വേദികൾ ഞാനൊരു ഒബ്സർവർ ആയിട്ട് കണ്ടു, ഒരു ശുശ്രൂഷകനാകുന്ന ഒബ്സർവർ എന്ന നിലയിൽ പറയുകയാണ്, അദ്ദേഹത്തിന് വേറൊരു ആംഗിളിൽ പിടിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരു ബ്രേക്കും വരത്തില്ല, അനേകർ തട്ടിയെടുത്തോണ്ട് പോകാൻ. പക്ഷേ അവിടെ നിന്ന് വ്യത്യസ്തമായി താൻ എന്തിൽ വിശ്വസിച്ചിരുന്നോ, താൻ എന്ത് പ്രസംഗിച്ചോ, അതിൽ ഉറച്ചു നിന്ന ഒരു ദൈവദാസൻ എന്ന നിലയിലാണ് ഞാൻ അദ്ദേഹത്തെ പുറത്തു നിന്നും ഒബ്സർവ് ചെയ്തത്. ഈ തകർച്ചകളുടെ മധ്യയും പിന്നത്തതിലെ ശുശ്രൂഷയിലും എല്ലാം താൻ എന്ത് പ്രസംഗിച്ചു. ഇൻ ക്രൈസ്റ്റ് പ്രസംഗിച്ചപ്പോൾ ഇൻ ക്രൈസ്റ്റ് ചർച്ചാക്കി. ഇൻ ക്രൈസ്റ്റ് ഒക്കെ പണ്ട് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ വലിയ വിവാദങ്ങളായി. പല സ്ഥലങ്ങളിലും അത് ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ഒത്തിരി വർഷങ്ങൾക്ക് മുൻപത്തെ കാര്യമാണ്. എന്നാൽ ഇന്ന് അദ്ദേഹത്തിന്റെ ചർച്ച തന്നെ ഇൻ ക്രൈസ്റ്റ്, ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ ഇൻ ക്രൈസ്റ്റ് പ്രസംഗിക്കുന്നവരായിത്തീർന്നു. അപ്പോൾ അങ്ങനെ പല ക്വാളിറ്റീസ് റൈസൻ പാസ്റ്ററിലുണ്ടായി. നമ്മളെ മൂന്നുപേരെയും കൂടെ ദൈവം എങ്ങനെ കൊണ്ടുവന്നു എന്നൊരു ചോദ്യം, അതിൽ പല ഫാക്ടേഴ്സ് ഉണ്ട്. ആ ചോദ്യമാണ് ഞാൻ കഴിഞ്ഞ ദിവസം പാസ്റ്റർ സാജൻ ഈശോയോട് ചോദിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വരികയാണിത്. ഇത് ഞാനും കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ഭാഗം. ഞാൻ പാസ്റ്ററുമായിട്ട് അത് പറഞ്ഞു തന്നില്ലേ എന്തുവാന്നുള്ളത്. പാസ്റ്റർ സാജൻ ഈശോ ന്യൂസിലാൻഡിൽ തന്നെ വിളിച്ചു. പാസ്റ്റർ സാജൻ ഈശോയെ എനിക്ക് പരിചയപ്പെടുത്തി തന്ന പാസ്റ്റർ ഫിനി സ്റ്റീഫനാണ് 2017 18 പിന്നത്തിൽ ബാംഗ്ലൂരിൽ എനിക്ക് അദ്ദേഹത്തെ ഹോസ്റ്റ് ചെയ്യുവാൻ, ഒരു ഹയർ ലെവൽ ഓഫ് ഇന്നർ ഹീലിംഗ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, ഒരു ഹയർ ലെവൽ ഓഫ് ഗോഡ്സ് ഹാർട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മിനിസ്ട്രി റിവൈവ് ആൻഡ് റെസ്റ്റോർഡ് എന്ന മിനിസ്ട്രിയാണ്. അത് ബാംഗ്ലൂർ ചർച്ചിന് ഒരു പക്ഷേ എൻ്റെ ഫീലിംഗ്, ഞാൻ സ്വാർത്ഥനായതുകൊണ്ടല്ല, ഇന്ത്യയിൽ വേറൊരു ചർച്ചും പാസ്റ്റർ സാജൻ ഈശോ പാസ്റ്ററിന്റെ ശുശ്രൂഷയിൽ ഇതുപോലെ ടച്ച്ഡ് ആയ ചർച്ച് വേറെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അദ്ദേഹം അങ്ങനെ ഇന്ത്യയിൽ ഒരു ഫ്രീക്വന്റ് വിസിറ്റർ അല്ല, കണ്ടിന്യൂസ് ആയിട്ട്. ഫോർ എക്സാമ്പിൾ റേമ, പാസ്റ്റർ ഷാനെ വിവാഹം കഴിച്ച റേമയുടെ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷനും സംഭവിച്ചത് പാസ്റ്റർ സാജൻ ഈശോയുടെ 2019 ബാംഗ്ലൂർ ചർച്ചിലെ മീറ്റിംഗ്സ് ആണ്. അപ്പോൾ ആ ബന്ധം വളരെ നല്ല ദൈവം തന്നിക ബന്ധം. പാസ്റ്റർ സാജൻ ഈശോ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞങ്ങൾ ഈ ക്ലെൻസിങ് പ്രെയർ, ഈ കോർട്ട് റൂം പ്രെയർ ഒക്കെ പ്രാർത്ഥിച്ചു. അതെനിക്ക് അറിയത്തില്ലായിരുന്നു, ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് അത് കേട്ടത്. അപ്പം ഞാൻ ഈ എല്ലാം കേട്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ച് അറിയാമായിരുന്നു. വൈ മീ എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചു. ഞാൻ സാജൻ പാസ്റ്ററോട് ചോദിച്ചു, എന്തിനാ ദൈവം എന്നെ തെരഞ്ഞെടുത്ത്? എന്തിനാ ദൈവം ബാംഗ്ലൂരിൽ ഞങ്ങളുടെ ചർച്ചിനെ തിരഞ്ഞെടുത്തത്? ബാംഗ്ലൂരിൽ ഒത്തിരി നല്ല ചർച്ചുകളുണ്ട്. ഞാൻ ഒരിക്കലും പറയത്തില്ല പാസ്റ്റർ ഞങ്ങളുടെ ചർച്ച് ഏറ്റവും ബെസ്റ്റാണ്. ഇതിനേക്കാളും ഫെസിലിറ്റി ഉള്ള ചർച്ചസ് ഉണ്ട്, ഇതിനേക്കാളും കപ്പാസിറ്റി ഉള്ള പാസ്റ്റേഴ്സ് ഉണ്ട്, നല്ലവർ, അഭിഷക്തരാണ്, എല്ലാം ഉണ്ടെങ്കിലും വൈ കർത്താവേ ഇങ്ങനൊരു സ്ഥലത്ത് കർത്താവ് കൊണ്ടുവന്നു? അതിൻ്റെ ആൻസർ പാസ്റ്റർ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, ഞാൻ പാസ്റ്ററിനെ ബ്ലഫപ്പ് ചെയ്ത് പറയുകയാണെന്ന്. സാജൻ ഈശോ പാസ്റ്ററിനോട് പറഞ്ഞത്, സൗത്ത് ഇന്ത്യയിൽ there is only one revivalist, അല്ലെങ്കിൽ ഫാദർ ഓഫ് റിവൈവൽ. അത് പാസ്റ്റർ ഫിന്നി സ്റ്റീഫനാണ്. അദ്ദേഹം ഒരിക്കലും വേദികൾക്ക് വേണ്ടിയിട്ടോ ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ടോ ശുശ്രൂഷ ചെയ്തിട്ടില്ല. ദൈവത്തിൻ്റെ മൂവ് എവിടെയുണ്ടോ അവിടെ അദ്ദേഹം അത് ആഗ്രഹിച്ചു. സൗത്ത് ഇന്ത്യയിൽ അനേക അപ്പോസ്തലന്മാരുണ്ട്, റിവൈവലിസ്റ്റുകളില്ല. അതിൽ പാസ്റ്റർ ഫിന്നി സ്റ്റീഫനെ മാത്രമേ അദ്ദേഹത്തിന് ഓർത്തെടുക്കാൻ പറ്റുന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ 2 മക്കളെ ദൈവം ഈ റിവൈവലായിട്ട് പ്രയോജനപ്പെടുത്തി. പാസ്റ്റർ റൈസൺ തോമസിനെയും ഞാൻ പാസ്റ്ററിനെ ഒരു മെന്ററായിട്ട് കഴിഞ്ഞ 11 years ആയിട്ട് ഒരുപക്ഷെ ഞങ്ങളുടെ അപ്പൻ്റെ റോളും പാസ്റ്റർ പ്ലേ ചെയ്തിട്ടുണ്ട്. ആ വലിയ റോള് പ്ലേ ചെയ്തുകൊണ്ട് സാജൻ പാസ്റ്റർ ചോദിച്ചു, മോന്റെ ചർച്ചിലല്ലാതെ പിന്നെ എവിടെ കർത്താവ് റിവൈവലായിരിക്കും? അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു വലിയ സംഭവം, ഈ സ്പിരിച്വൽ കവറിങ്, സ്പിരിച്വൽ മെന്റർഷിപ്പ്, സ്പിരിച്വൽ ഫാദർഹുഡ്. റൈസൻ പാസ്റ്ററിന്റെ സ്പിരിച്വൽ ഫാദറാണ് ഫിന്നി പാസ്റ്റർ. എനിക്ക് ഡാഡി ഉള്ളതുകൊണ്ടായിരിക്കാം നിങ്ങൾ രണ്ടുപേരും മൂത്ത ബ്രദേഴ്സിനെ പോലെ ഫിന്നി പാസ്റ്ററും ചാണ്ടി പാസ്റ്ററും എൻ്റെ കൂടെ നിന്ന്. ആ ബന്ധത്തിൻ്റെ റിവാർഡിംഗ് ആണ് ദൈവം
ബാംഗ്ലൂരിൽ നയിച്ചു, നമ്മുടെ ചർച്ചിൽ നയിച്ചു. അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേരെയും പരിചയമുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഈ കോമ്പിനേഷൻ ദൈവം നോക്കിയപ്പം അത് ഇവിടെ മാത്രമേ ഒരു പക്ഷേ സാധിക്കുമായിരുന്നു. അപ്പൊ ദൈവത്തിന് ഇവിടുത്തെ ലിമിറ്റേഷൻസ് അറിയാം. ഇവിടെ 200 പേരെ കൊള്ളത്തുള്ളൂ എന്നറിയാം. നമ്മൾ വാടക കെട്ടിടത്തിലാന്നൊക്കെ ദൈവത്തിനറിയാം. സിറ്റിയിൽ നിന്ന് ഒത്തിരി ദൂരമാണെന്നുള്ള ദൈവത്തിനറിയാം. എയർപോർട്ടിൽ നിന്ന് 3 മണിക്കൂർ ദൂരമാണെന്നറിയാം. പക്ഷെ ദൈവം നോക്കിയപ്പോൾ ആ ബന്ധം പല ബൈബിൾ പോർഷൻസിലും ഉണ്ട്. അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം. ആ ബന്ധം ദൃഢമായി നിൽക്കുന്ന ഒരു സിസ്റ്റത്തിൽ ദൈവം നോക്കിയപ്പോൾ ഇറ്റ് ഈസ് ഗുഡ് ആൻഡ് പെർഫെക്റ്റ്. എന്നാൽ എനിക്ക് റിവൈവൽ ഇവിടെ അയക്കും. അതെനിക്ക് ഒത്തിരി ചെറുപ്പക്കാരോട് പറയാനുള്ളത്, ഇതിനെ ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യണം, സബ്മിസീവ് ആയിരിക്കും. ഞാൻ പാസ്റ്ററിനെ അങ്ങനെ ഒത്തിരി ഡിസോബേ ചെയ്തിട്ടില്ല, എന്നാലും പാസ്റ്ററിനെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾക്ക്, വിച്ച് ഐ എം വെരി ഹാപ്പി ഫോർ ഇറ്റ്, എന്നെ കറക്റ്റ് ചെയ്ത്. എന്നാലും പാസ്റ്റർ പറയുന്നതെല്ലാം തന്നെ ഞാനെപ്പോഴും അനുസരിക്കാൻ, ഞാനും എൻ്റെ ചർച്ചും, ഞാൻ മാത്രമല്ല എൻ്റെ അകത്ത് ചർച്ചിലും പാസ്റ്റർ ഫിന്നി സ്റ്റീഫനോട് വളരെയധികം പ്രത്യേകിച്ച് ഈ ചർച്ച ആരംഭിക്കുവാൻ ദൈവം ഉപയോഗിച്ചു. ഇലക്ട്രോണിക് സിറ്റി, മറ്റേ ചർച്ച് ഞാൻ അപ്പുറം ആരംഭിച്ചെങ്കിൽ ഇലക്ട്രോണിക് സിറ്റി ബ്രാഞ്ച് ആരംഭിക്കുവാൻ 11 വർഷം മുന്നേ പാസ്റ്ററിനെ ഇവിടെ അയച്ചൊരു ചെറിയ വീട്ടിൽ, അന്ന് ബഥേൽ AG ചർച്ചിൻ്റെ ഭയങ്കര മൂവ് നടക്കുന്ന സമയത്ത് പാസ്റ്റർ 2000-2500 പേരുടെ ശുശ്രൂഷിച്ചിട്ട് ഒരു പരിചയമില്ലായിരുന്ന എന്നെ ഈ ഇലക്ട്രോണിക് സിറ്റിയിൽ വന്ന്, അന്ന് ഏബ്രഹാം പാസ്റ്ററിന് പോലും എന്നെ അറിയത്തില്ല, ആർക്കും അറിയത്തില്ല ഞങ്ങളെ, ഇവിടെ വന്ന പാസ്റ്റർ 20 പേർക്ക് വേണ്ടിയിട്ടൊക്കെ ശുശ്രൂഷിച്ച് ബിൽഡ് ചെയ്ത ആ ഒരു ലോങ് പ്രോസസ്സിൻ്റെ ഒരു ഔട്ട്കമാണ് ഒരു പക്ഷേ ഏപ്രിൽ 18 ലോകം ഒരു റിവൈവലായിട്ട് കണ്ടത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത പ്രവർത്തികളെ ഓർത്ത് ദൈവത്തെ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു. ഈ ഹോളി സ്പിരിറ്റ് റിവൈവൽ തുടരുകയാണ്, ബാംഗ്ലൂരിൽ തുടരുകയാണ്. അതിനാൽ ഇപ്പം ഈ നമ്മൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പൂർത്തീകരിക്കേണ്ട കാര്യവുമില്ല. അങ്ങനൊന്നും പൂർത്തീകരിക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമമല്ല ഇതിലൂടെ നമ്മൾ നടത്തുന്നത്. പരിശുദ്ധാത്മാവ് അത് ചെയ്യാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് എന്നാൽ അടുത്ത ഒരു പ്രതലം നമുക്ക് വേണ്ടി തുറക്കാൻ പോകുന്നു. ആമേൻ. ഇതൊരാദ്യ പടി മാത്രമായിരുന്നു. അതെ, ബാംഗ്ലൂരിൽ ഒരാദ്യ പടി മാത്രമായിരുന്നു. ഇടയ്ക്ക് ഏതോ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു ബാംഗ്ലൂർ റിവൈവലിന്റെ ഹബായി തീരുമെന്ന്. ആമേൻ. അങ്ങനെ തന്നെ സംഭവിക്കും. ആമേൻ. ഇവിടെ ലോകരാജ്യങ്ങളിൽ നിന്ന് അനേകർ കടന്നു വന്നു. ഒരു 60 രാജ്യങ്ങളിൽ നിന്നെങ്കിലും പ്രിയപ്പെട്ടവർ ഇവിടെ കടന്നു വന്നു. അതെ. എന്നാൽ ഇനി വരാൻ പോകുന്നത് ഇതിലും വലുതായിരിക്കും. 200 രാജ്യങ്ങളിൽ നിന്ന്, 200-ലധികം രാജ്യങ്ങളിൽ നിന്ന് എല്ലാ ഭാഷക്കാരും കടന്നു വരുന്ന നിലയിൽ ബാംഗ്ലൂർ റിവൈവലിന്റെ ഹബായി തീരും. അതുകൊണ്ട് പുതിയ ചർച്ച് ബിൽഡിങ്ങിന്റെ പേരും ഇട്ടത് ഈവൻ മോർ ഗ്ലോറിയസ് ഇന്റർനാഷണൽ റിവൈവൽ സെന്റർ. ഈവൻ മോർ ഗ്ലോറിയസ് ഇന്റർനാഷണൽ റിവൈവൽ സെന്റർ. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും ആവർത്തിക്കുവാൻ പോകുന്നു. വീണ്ടും ആവർത്തിക്കുവാൻ പോകുന്നു. ടൊറന്റോ റിവൈവൽ വീണ്ടും ആവർത്തിക്കുവാൻ പോകുന്നു. പൂവത്തൂർ റിവൈവൽ വീണ്ടും ആവർത്തിക്കുവാൻ പോകുന്നു. പൂന കേടുകാവ് റിവൈവൽ വീണ്ടും ആവർത്തിക്കുവാൻ പോകുന്നു. അരുണാചൽ റിവൈവൽ വീണ്ടും ആവർത്തിക്കുവാൻ പോകുന്നു. ജഗയിലെ മകറു വകയിലെ യാസുര ബിദനദിക മാസുവദനദികൽകര. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുന്നു. റിവൈവലിന് വേണ്ടി ഉപയോഗിച്ച അങ്ങയുടെ ദാസനായി സ്തോത്രം ചെയ്യുന്നു. ബാംഗ്ലൂർ റിവൈവലിന് വേണ്ടി കർത്താവ് ദീർഘവർഷങ്ങൾ ഒരുക്കിയെടുത്ത് അങ്ങ് ശക്തമായി ഉപയോഗിക്കുവാൻ മനസ്സ് കാണിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അതിന് നടുവിൽ ഒരുമിച്ച് നിൽക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ, ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രവർത്തിച്ചതിനായി സ്തോത്രം. പാസ്റ്റർ റൈസൺ തോമസിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ആ അഭിഷക്തനെ ഈ തലമുറയിൽ അങ്ങ് എഴുന്നേൽപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു.
ഞങ്ങളെ ഞങ്ങളുടെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും ഉണർവിന് വേണ്ടി ഉപയോഗിക്കണം കർത്താവേ. ചർച്ച് പാസ്റ്റേഴ്സ് ഇത് കാണുന്നു എങ്കിൽ അവരുടെ ചർച്ചുകളിൽ ഉണർവുകൾ പൊട്ടിപ്പുറപ്പെടട്ടെ. ഒരു സ്ഥലത്തല്ല കർത്താവേ, 10,000-കണക്കിന് സ്ഥലങ്ങളിൽ ഒരേപോലെ റിവൈവൽ പൊട്ടിപ്പുറപ്പെട്ട് അതിനെയെല്ലാം ഒരുമിപ്പിക്കുവാൻ അങ്ങ് വിശ്വസ്തനാകുന്നതിനായി സ്തോത്രം. ഇന്ത്യ മുഴുവൻ ഉണർവ്, ഏഷ്യ മുഴുവൻ ഉണർവ്, ലോകരാജ്യങ്ങൾ മുഴുവൻ ഉണർവ്, അമേരിക്കയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലും ഉണർവ്, സൗത്ത് അമേരിക്കയിലും ഉണർവ് സംഭവിക്കുവാൻ പോകുന്നു. ഉണർവുമായി ബന്ധപ്പെട്ടവരെ കർത്താവ് കൈകോർത്ത് നിർത്തുവാൻ പോകുന്നു. ലോകരാജ്യത്തിന് ചുറ്റും ഉണർവിന്റെ ഒരു ചങ്ങല അങ്ങ് സൃഷ്ടിക്കാൻ പോകുന്നതിനായി സ്തോത്രം. അവിടെയാണ് അങ്ങയുടെ മടങ്ങി വരവ് സംഭവിക്കുവാൻ പോകുന്നത്. അസ്ഥിത്താഴ്വരകളിൽ നിന്നൊരു സൈന്യം എഴുന്നേറ്റ് വരുമ്പോൾ, ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് കിഴക്കോട്ടൊരു വലിയ നദി ഒഴുകുമ്പോൾ കർത്താവിന്റെ മടങ്ങി വരവ് സംഭവിക്കുവാൻ പോകുന്നു. ഉണർവിന്റെ വലിയ പ്രവാഹത്താൽ ലോകരാജ്യങ്ങൾ നിറയുമ്പോൾ, ആ ഫൈനൽ കൊയ്ത്ത്, ലാസ്റ്റ് കൊയ്ത്ത്, അന്ത്യകാല കൊയ്ത്ത് നടക്കുമ്പോൾ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിന്റെ കാഹളനാദം ആകാശത്തിൽ മുഴങ്ങും. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ എപ്പിസോഡുകളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. വളരെ വളരെ അത്ഭുതകരമാകുന്ന ഈ എപ്പിസോഡുകളുടെ ഭാഗമാകുവാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം, ഷെയർ ചെയ്യാൻ മറക്കരുത്. യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.